അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ദളിത് ലീഗ് നടത്തിയ മാർച്ചിനിടെ ഉന്തും തള്ളും. കോളേജ് രംഗത്തിറക്കിയ ബൗൺസർമാർ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചതിനിടെയാണ് ഉന്തും തള്ളും ഉണ്ടായത്. തുടർന്ന് സമരക്കാർ കോളേജിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നിതിന്റെ കുടുംബം കോളേജിലേക്ക് വരാനിരിക്കെയാണ് ബൗൺസർമാരെ രംഗത്തിറക്കിയുള്ള മാനേജ്മെന്റിന്റെ നീക്കം. നിഷേധത്തെ മറികടന്നുകൊണ്ടിട്ട് എത്ര വലിയ മുതലാളിക്കും ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ നടത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കൊരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. പോലീസ് നോക്കിയിരിക്കായിരുന്നു. ഞാനിപ്പോൾ SIയോട് സംസാരിച്ചു. SIയോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ മാർച്ച് തടയാൻ വന്നത്? ഞാൻ പറയുന്നത് ഇതിലേറ്റവും കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് ഈ മാർച്ച് നടക്കുന്നത് ദളിത് ലീഗിന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യ യൂണിയൻ ദളിത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും ദളിതരാണ്. ആ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ എന്തിൻ്റെയൊക്കെയോ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മർദ്ദിച്ചൊതുക്കാമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. അതിന്റെ ഒഫൻസും അതിന്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇവർക്കെതിരെ നടപടിയെടുക്കണം. അതിനനുസരിച്ച് നടപടിയെടുക്കണം. അറസ്റ്റ് ചെയ്യണം. ആ കാര്യം അത് പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കില്ല. അതിന്റെ രൂപം മാറും. അത് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ അതിന്റെ പ്രതിഷേധങ്ങൾ ഉയരും. ഈ SI ഉൾപ്പെടെയുള്ള ആളുകളെ സാക്ഷി നിർത്തിയിട്ട് നേരത്തെ പറഞ്ഞ ബ്ലാക്ക് കാറ്റ് അല്ലേ, ഈ ആളുകളാണ് വന്നിട്ട് ഇതിനെ തടയാൻ ശ്രമിക്കുന്നത്. അപ്പൊ പോലീസിന്റെ പണി എന്താണ്?